ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 6:20 ആയപ്പോൾ നമ്മൾ ഓൺലൈനായി. കുണ്ടന്നൂർ പോയി വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഇപ്പോഴാണ് ഓണാക്കിയത്. ഇനിയിപ്പോൾ ഒലയും കൂടെ ഓണാക്കാം. ഊബറും ഒലയും ഓണാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് വരുമെന്ന് നോക്കാം. നമുക്കപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കുണ്ടന്നൂർ വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് വരട്ടെ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. രാവിലെ ഇന്ന് ഫെബ്രുവരി 28. ഇന്ന് മാസാവസാനമാണ്. അപ്പം മിക്കവാറും ആൾക്കാരുടെ പൈസ കുറവായിരിക്കും. അതാണെന്ന് തോന്നുന്നു. ഓട്ടം കുറവ്. പൈസ ഉണ്ടെങ്കിലേ ഓട്ടം വിളിക്കാൻ പറ്റും. ഓട്ടം വരുമോ നോക്കാം. നമുക്ക് ഏതായാലും ഒരു 12 മണി വരെ ഓടിയിട്ട് നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ന് ലാസ്റ്റ്, ഇന്ന് മാസാവസാനമല്ല, നമുക്ക് വണ്ടിയുടെ പേയ്മെന്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം അതൊക്കെ പോയി ശരിയാക്കിയിട്ട് ഒരു 2 മണി കൊള്ളിച്ച് പിന്നെ ഒന്നുകൂടെ ഇറങ്ങാം. 6:20 ആയുള്ളൂ കേട്ടോ. അതാണ് വെട്ടക്കുറവ്. വേറെ ഒരു വാഗനർ ഇവിടെ കിടപ്പുണ്ട്. ആള് കിടന്ന് ഉറങ്ങാന്നാണ്. ആളുറക്കല്ല, ആളൊക്കെ തൊപ്പിട്ട് ചൂടിയിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചായ കുടിക്കാം. ചായ കുടിച്ച് തീരുമ്പോഴത്തേക്കും ട്രിപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, നമുക്ക് ചോറ്റാനിക്കരൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ബുക്ക് ചെയ്തേക്കുന്നത് രാഹുൽ എന്ന് പറഞ്ഞൊരു ആളാണ്. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ബുക്കിംഗ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് വന്നു. യൂബറാണ് നമുക്ക് ട്രിപ്പ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഓക്കെ, നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ റിസോർട്ട്.
You call me? Please use rear seat belt for your safety. Okay, sir. Good. ഇതിരിക്കാണ് ചോറ്റാനിക്കര അമ്പലത്തിലേക്കായിരുന്നു. അവിടെ ഇറങ്ങി നമുക്ക് ഇച്ചിരി മുന്നോട്ട് കയറ്റി പാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് അറിയില്ല. അതിന് പിന്നെ നമുക്ക് ഒലയും കൂടെ ഒന്ന് ഓണാക്കിട്ടേക്കാം. അവിടെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കും, വലിയ താമസം ഇല്ലാതെ. ഈ 29 രൂപ കാണിച്ചു. നമുക്ക് 200 രൂപ തന്നു. അവിടെ വെയിറ്റ് ചെയ്യാം. ഇതിന് മുൻ നമുക്ക് കിട്ടിയ ട്രിപ്പ് ഇതാണ്. ശാസ്ത്രനഗർ മരട്, അവിടുന്ന് ചോറ്റാനിക്കരയ്ക്കാണ്. 9 പോയിന്റ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എവിടുന്നാണെന്ന് അറിയില്ല. ടപ്പാപ്പടയെന്നും പറഞ്ഞായിരുന്നു. അത് കിട്ടി. ചോറ്റാനിക്കരന്ന് നെട്ടൂര് മരട്. നമുക്ക് തിരിച്ചു ഇവിടുന്ന് മരടിലേക്ക് ട്രിപ്പ് കിട്ടിയേക്കാണ്. ഏതായാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. മിസ്റ്റർ കൃഷ്ണകുമാറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് കാണാം. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് തന്നെ, അമ്പലത്തിന്റെ പാർക്കിങ്ങിന്റെ അവിടെ നിന്നാണ്. അവിടെ ചെല്ലുമ്പോ നമുക്ക് വിളിക്കാം. പാർക്കിംഗ് ആണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, അമ്പലത്തിന്റെ ബാക്ക് വശത്തു നിന്നാണ്. ഇവിടെ റൈറ്റ് ഉണ്ട്. ഈ കാർ ഇറങ്ങി വരുന്ന റോഡ്.
അതിൽ നിൽക്കുന്നവരാന്ന് തോന്നുന്നു. Nine? 9536. 9? 9536. Okay. അപ്പൊ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നെട്ടൂര് പാട്ടുപുരയ്ക്കൽ അമ്പലത്തിലേക്കായിരുന്നു ചേട്ടാനിക്കരന്ന്. ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി. നമ്മള് നെട്ടൂർ ഈ ഭാഗത്ത് എവിടെയായാലും ഒന്ന് ഒതുക്കി നോക്കാം. എന്തെല്ലാം കിട്ടുമെന്നറിയില്ല. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒതുക്കാം. അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഗ്യാസ് തീരാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് അടിക്കാൻ വേണ്ടി പോവാം. ഇവിടെ കിടന്നാൽ ഇനി അടുത്ത ട്രിപ്പ് വലിയ ലോങ് ഒക്കെ വന്നെങ്കിൽ പണിയാണ്. ഒരു ഘട്ടം കൂടെ ഉള്ളു. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് കുണ്ടന്നൂരിൽ നിന്ന് ഒരു തേവര അടിച്ചിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറന്നാണ്. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഗ്രിഗോറിയസ് സ്കൂളിന്റെ അവിടെ നിന്നാണ്.
ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രിഗോറിയസ് സ്കൂളിൽ കുട്ടികളെ ആക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. തേവരക്കാണ് ട്രിപ്പ് വന്നേക്കുന്നത്. ഒരു ചെറിയ ട്രിപ്പാണ്. ആ ട്രിപ്പ് എടുത്തില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ട്രിപ്പ് തരില്ല. ഇപ്പൊ 2 തവണയായി അങ്ങനെ ഒരു പണി കിട്ടുന്നു. തേവര കോളേജിലേക്കായിരിക്കും തോന്നുന്നത് ട്രിപ്പ്. ഇതുപോലെ സ്കൂളിൽ നിന്നല്ല, സ്കൂളിലോട്ട് പോകുന്ന റോട്ടിൽ നിന്നാണ്. ഇവിടെ ഒരു ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നിക്കടാ. വണ്ടിക്കാരൻ പൊക്കോ എന്ന് നമ്മളെ കൈ കാണിച്ച്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണല്ലോ തിരിയണ്ടേ. അപ്പൊ നമ്മൾ റൈറ്റ് ചെയ്തന്നെ മണ്ടാത്തറ റോഡ്. ആളെ കിട്ടിയാച്ച്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ആ മാഡം ഇപ്പോൾ വരും ഗൈസ്. ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യൂബറിലായിരുന്നു, ചെറിയൊരു ട്രിപ്പായിരുന്നു. 153 രൂപ. ഇപ്പം കോളേജിൻ്റെ അവിടെയാണ്. അവിടെ നമ്മൾ പുറത്തോട്ടിറങ്ങി എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇടാൻ സമ്മതിക്കാൻ വഴിയില്ല. നമുക്ക് പുറത്തിറങ്ങി പനമ്പിളിനാർ ഏരിയയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഒല ഓണാക്കിയിട്ടുണ്ട്. ഒല യൂബറും യാത്രയും റാപ്പിഡും ഒക്കെ ഓണാണ്. പക്ഷേങ്കിൽ യൂബറിൽ മാത്രമേ ട്രിപ്പ് അടിച്ചുള്ളൂ. വെറുതെ ഓണടിച്ചില്ല പൊന്നെ. അപ്പൊ നമ്മള് തേവരന്ന് പനമ്പള്ളിനാർ ഏരിയ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പിന്നെ എവിടുന്നെങ്കിലും അടി വരുവാണെങ്കിൽ രക്ഷപ്പെട്ടു. ചായ കുടിച്ചിട്ടില്ല, കാപ്പി കുടിക്കണം. പനമ്പള്ളിക്കാർ പോയി കാപ്പി കുടിക്കാം. ഇവിടെ ഒന്നും വണ്ടി ഒതുക്കാനുള്ള സൗകര്യമില്ല.
ഓക്കെ, നമ്മളിപ്പോ പനമ്പള്ളിനാറാണ്. നമ്മളിത് ഈ കാണുന്ന ഒരു ചെറിയൊരു തട്ടുകടയാണ്. 2 അണ്ണന്മാരെ അടുത്തതാണ്. അവിടുന്ന് ദോശ കഴിച്ചു. ദോശയും അവരുടേതായ ഒരു ചട്നിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഒട്ടുമിക്ക വണ്ടിക്കാരും ഇവിടെ വന്നാണ് കഴിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഓട്ടോറിക്ഷക്കാര്, കാറ്, വേറെ ലോറിക്കാര്, അങ്ങനെ ഒരുപാട് വണ്ടിക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളും കഴിച്ചു. ഓക്കെ ഗൈസ്, നമുക്ക് യൂബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കളമശ്ശേരിക്കാണ്. നമ്മള് ഇവിടുന്ന് ട്രിപ്പ് കിട്ടാത്തതുകൊണ്ട് മാറ്റിയിടാന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഏതായാലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുവിടാം. ഓക്കെ, കളമശ്ശേരിക്കാണ്. ഇവിടുന്ന് എങ്ങാണ്ട് നാന്ന് തോന്നുന്നു. അപ്പുറത്താണ്. പിക്ക് നമ്മൾ എടുത്താണ് നമ്മൾ പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്ത്. സോറി, നമ്മളിപ്പോ കുസാറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തായിരുന്നു. കുസാറ്റിലേക്കായിരുന്നു മേഡം വന്നിരുന്നത്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കിടക്കാം. ഇതിനുള്ളിൽ നിന്ന് അങ്ങനെ ട്രിപ്പ് കിട്ടാൻ വഴിയില്ല. നമുക്ക് തൃക്കാക്കര ഏരിയയിലോട്ട് പോകാം. തൃക്കാക്കര ഏരിയയിലോട്ട് പോകാം. കുസാറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലാണ്. ഒലയിലൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. കിട്ടുമോന്നറിയില്ല, അടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഒലയിലെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടുന്നാന്നറിയില്ല, കളമശ്ശേരിന്നാന്ന് തോന്നുന്നു. കളമശ്ശേരി ഒരു 3 കിലോമീറ്റർ പോയി പിക്ക് ചെയ്യണം. എവിടെയാണെന്നറിയില്ല. 3 കിലോമീറ്റർ ഇല്ല, അത് കറങ്ങി കാണിക്കുന്നതാണ്.
റോഡിന് അപ്രാവശ്യത്താണ്. ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. ഏതായാലും നമുക്ക് ചെല്ലാം. അവിടെ ക്യാൻസൽ ചെയ്യുമെന്നറിയില്ല. ഏതായാലും നമുക്ക് ചെല്ലാം. ഏതായാലും എടുത്തു പോയില്ലേ. പലരും നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ്. കാക്കനാട്ടേക്കാണ്. യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ്. ആള് വിളിക്കുന്നുണ്ട്. കോൾ എടുക്കാം കേട്ടാ. ജിഞ്ചർ കൊച്ചിയിലേക്കാണ് കേട്ടോ വരേണ്ടത്. ഹലോ, ജിഞ്ചർ കൊച്ചിയിലോട്ടാ വരേണ്ടത്. ജിഞ്ചർ കൊച്ചി. ഓക്കെ 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 ഓക്കെ. പുറത്തുണ്ട്, ഒന്ന് വേഗം വരുമോ? അതാ വന്നോണ്ടിരിക്കുക. ഓക്കെ, ആളവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ജിഞ്ചർ കൊച്ചി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ജിഞ്ചർ ഹോട്ടൽ അവിടെ നിന്നായിരുന്നു. അപ്പൊ നമുക്ക് കൺഫേം ആയി. ആള് നമ്മളെ വെയിറ്റ് ചെയ്യുമെന്ന് നമുക്ക് കൺഫേം ആയി. അപ്പൊ ഇനിയിപ്പോ ധൈര്യമായിട്ട് നമുക്ക് ചെല്ലാം. ഈ മെട്രോ സ്റ്റേഷന്റെ റൈറ്റ് സൈഡാണ്. ആളിവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. പറ്റി പറയാം സാർ. 2872. 2872. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ കാക്കനാട് ലാസ്റ്റ് ട്രിപ്പ് കാക്കനാട് കൊണ്ടുവന്ന ആളെ ഇറക്കി. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമ്മുടെ 11 മണിയായി. അപ്പൊ നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 3 തവണ ഒരു 472 രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതൊന്ന് ചോദിക്കണം. വണ്ടിയുടെ EMI അടയ്ക്കാൻ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പൊ നമ്മള് ബാങ്കിലോട്ട് പോവാണ്. ഇവിടെ വെച്ച് നമ്മള് ആപ്പ് ക്ലോസ് ആക്കിയിട്ട് നേരെ വിട്ടു പോവാണ്. നേരെ മരടിലേക്ക് ഡെസ്റ്റിനേഷൻ യൂബറിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആപ്പ് ഓഫ് ആക്കിയിട്ടൊക്കെയാണ്. 11 മണി ആയല്ലേ. ഇപ്പൊ ഇത് അടയ്ക്കണം. എന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. 472 രൂപ വെച്ച് 3 തവണ നമ്മുടെ അക്കൗണ്ടിൽ കട്ടായിട്ടുണ്ട്. അതൊന്ന് ബാങ്കുകാരോട് ചോദിച്ചത് എന്താ ഇടപാടെന്താണ്. ഓക്കെ ബൈ.
ഇപ്പൊ നമുക്ക് ബാങ്കിലെ ഇടപാടൊക്കെ കഴിഞ്ഞോട്ടോ. ഒരുപാട് കഥകൾ പറയാനുണ്ട്, നമുക്ക് വഴിയെ പറയാം. നമുക്ക് ന്യൂക്ലിയസ് മാളിൽ നിന്ന് കടവന്ത്രക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു അഞ്ജലി എന്ന് പറയുന്ന മേഡമാണ്. നമുക്കപ്പോൾ ആ മേഡത്തെ പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാങ്കിൽ പോയ ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ ചെന്ന് നമ്മുടെ 472 രൂപ വെച്ച് 3 തവണ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി. അതെന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചു. അപ്പൊ ബാങ്കിൽ ചെന്ന് അവർ നോക്കിയപ്പോൾ പറഞ്ഞു, നമുക്ക് EMI എവിടെയെങ്കിലും മുടങ്ങിയിട്ടുണ്ട്, അവര് EMI അക്കൗണ്ടിൽ നിന്ന് പിടിക്കാനുള്ള ഇത് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അവർ ചെക്ക് വിട്ടപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചെക്ക് ബൗൺസ് ആയതിന്റെയാണ് ഈ പേയ്മെന്റ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും എനിക്ക് 26-ാം തീയതിയാണ് പേയ്മെന്റ് പോകേണ്ടത്. ഇവര് 25-ാം തീയതി വിട്ടു. 26-ാം തീയതി മുടക്കമായതുകൊണ്ട് ഇവന്മാര് ചെക്ക് ഒരു ദിവസം നേരത്തെ വിട്ടു. 25-ാം തീയതി വിട്ടു. 25-ാം തീയതി വിട്ട സമയത്ത് എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചെക്ക് മൈനസ് ആയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ, 1300 രൂപയോളം അടുത്ത് ചെക്ക് ബൗൺസ് ആയതിനെ പിടിച്ചു. അത് EMI അല്ല, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിന്റെ പൈസ കൊടുക്കാനുള്ള അത് 26-ാം തീയതി ആണ് ഡെബിറ്റ് ആകുന്നത്. ഇത് 25-ാം തീയതി വിടുമെന്ന് ആര് പ്രതീക്ഷിച്ചു? അപ്പൊ അവര് പറയാണ് 23-ാം തീയതി അക്കൗണ്ടിൽ പൈസ നമ്മള് സെറ്റ് ചെയ്യണം. ചിലപ്പോ അങ്ങനെ അവധിയൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസം നേരത്തെ വിടും. അപ്പൊ അതുകൊണ്ടാണ് 26-ാം തീയതി ശിവരാത്രി ആയതുകൊണ്ട് 25-ാം തീയതി ചെക്ക് വിട്ടപ്പോ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി. RBI നിയമപ്രകാരം ചെക്ക് ബൗൺസ് ആയാൽ അതിന് ഒരു നിശ്ചിത പൈസ പേയ്മെന്റ് വരും. അതാണ് പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് പറയാൻ, 1300 രൂപ അടുത്ത് പോയി. അതുകൊണ്ട് ഏതായാലും അതൊരു പാഠമായി. ഇനി മുതൽ 23-ാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മൾ പൈസ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പണി ചെയ്യും. ഇതുപോലെ ആരെങ്കിലുമൊക്കെ EMI ആയിട്ട് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈം നോക്കി നിൽക്കരുത്, പണി വേറെ വരും. ഇതുപോലെ ചെക്ക് ബൗൺസ് ആയി പൈസ. ഓക്കെ, നമുക്കപ്പോ ഈ മേഡത്തെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് എവിടെയാണോ അവിടെ. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗ്രീൻലി മാർട്ട് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആണ്, അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് പനമ്പള്ളി അങ്ങോട്ട് മാറാം. അവിടെ കഞ്ഞി കിട്ടുന്ന ഒരു കടയുണ്ട്, തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കാം. ഏതായാലും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അവിടെ കഞ്ഞിയുണ്ട്. കാറിന്റെ മറവിൽ ഒരു ചേച്ചി കഞ്ഞിക്കട നടത്തുന്നുണ്ട്. ആ വെള്ള കാറിന്റെ ഫ്രണ്ട് ആ ബാക്കിൽ അവിടെ പോയി കഞ്ഞി കുടിക്കാം. ഓക്കെ ഗേസ്, കഞ്ഞൂടി നടന്നില്ല ഗേസ്. കാരണം കഞ്ഞി കുടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തൃപ്പൂണിത്തറക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അപ്പൊ ഏതായാലും നമുക്ക് ട്രിപ്പ് ഇല്ലാണ്ട് പഞ്ഞമ്പാടി കിടക്കണ്ട. അപ്പൊ കിട്ടുന്ന ട്രിപ്പ് എടുത്ത് ഓടിയില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് കഞ്ഞികൂടി തൃപ്പൂണിത്തറയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, തേവര വഴി ആകാനാണ് ചാൻസ്. വഴി പോകുന്ന വഴി കേട്ടോ തൃപ്പൂണിത്തറക്കാണ്. ഇനിയിപ്പോ ഇവിടെ വളരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ആ വഴിയാണ് എളുപ്പം. ആരാണ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാല് ഒരു റോണി. മിസ്റ്റർ റോണി. നമ്മള് ഒല ഓഫാക്കിയിട്ടില്ല. ഒല ഓഫാക്കിയേക്കാം. ഓണാക്കിയായിരുന്നു ഞാൻ. ഒല ഓഫാക്കി.
ഓക്കെ, ഗേറ്റിനകത്തിട്ട് തിരിക്കാം. ചേട്ടൻ ആ വീട്ടിലെ സാറ് വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചോട്ട് പോവാം. പോലീസ് വണ്ടി വരുന്നുണ്ട്. ക്യാമറമാരെ കുറച്ച് തരുമോ? കണ്ട് വലിയ തല്ലാണ്. ഇന്നലെ സോഫ്റ്റ്വെയർ ഒട്ടി പറയാം. ഒരു സെക്കൻഡ് ഓൾറെഡി ആണ് 1720. ഓക്കെ, നമ്മളപ്പോ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി. ആ ട്രിപ്പ് തൃപ്പൂണിത്തുറ ആളെ കൊണ്ടിറക്കി. തൃപ്പൂണിത്തുറ ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആളെ ഇറക്കി. ഇനി നമുക്ക് ചോറോ കഞ്ഞിയോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് 2-3 ചെറിയ കടകൾ കണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് കഞ്ഞി കുടിക്കാം. യൂബറും പോലെയൊക്കെ ഓണാണ്. ഓഫാക്കിയാൽ പിന്നെ അവർ ട്രിപ്പ് തരില്ല. ഏതായാലും ഓണായി കിടക്കട്ടെ. ട്രിപ്പ് വരുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. ചോറിനോന്ന് പറയാല്ലേ. ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി കിട്ടണമെങ്കിൽ താമസം വരും. പോരുന്ന വഴിക്ക് 2 ചെറിയ കട ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞി കടയുണ്ട്. അപ്പൂപ്പന്റെ കട. നമുക്കൊരു ജീവിത മാർഗം കൂടെ ആവും. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഇടാം. ഓക്കെ, നമ്മളപ്പോ ഊണ് കഴിഞ്ഞു. ഊണ് കഞ്ഞി കഴിച്ചു. കഞ്ഞികൂടെയും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് വണ്ടി കയറി. പൊരിഞ്ഞ വെയിലാണ്, ഒരു രക്ഷയുമില്ല. അപ്പൊ നമുക്ക് വണ്ടി ഒരു തണലത്തോട്ട് മാറ്റിയിടാം. ഓക്കെ, ആകെ പൊരിഞ്ഞ വെയില, ഒരു രക്ഷയില്ല. ഓൾമോസ്റ്റ് എല്ലാ തണലത്തും വണ്ടിയുണ്ട്. റോഡിന്റെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. പഠിക്കുന്നിടം വരെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു തണലത്ത് കൂടാം. അവിടെ ഇച്ചിരി ഗ്യാപ്പുണ്ട്. അവിടെ അവിടെ വേറെ വണ്ടിയൊന്നും ഇല്ല. സാധാരണഗതിയിൽ ഇവിടെ പോലീസുകാരൊന്ന് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കൈപ്പിരിവ് നടത്തേണ്ടതാണ്. നമുക്ക് ഈ തണലത്ത് വെക്കാം. എന്റെ ഭഗവാന്, എന്തൊരു സുഖാന്നറിയ തണലത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്. ഒരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമുക്കിപ്പോ ഈ തണലത്ത് കൂടാം. ഇവിടെ നിന്ന് ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. വെറുതെ ഇങ്ങനെ ഓടി നടന്നിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് യൂബറും വല്ല ഓണാണ്. യൂബർ വല്ല ഓണാക്കിയിട്ടുള്ളു. ബാക്കി രണ്ടും ഓട്ടോ ഇല്ല. വെറുതെ ഇങ്ങനെ ഓണാക്കിട്ടെ മൊബൈല് ചുമ്മാ പഴുക്കാണ്. റാപ്പിഡോയും യാത്രയുണ്ട്, പക്ഷെ അടിയില്ല, അടി കുറവാ. ഇതിൽ കിട്ടുന്ന മതി എന്നുള്ള രീതിയിലിട്ടേക്കാണ്. ഈ ഒന്നാമത്തെ പുറത്തെ ചൂട്, ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര ചൂട്, മൊത്തത്തിൽ ചൂടാ. അപ്പൊ കേസ് ഇപ്പൊ അതെ ഏമാര് വന്നല്ല. അമ്മമാര് ഇവിടെ ഒതുക്കാനുള്ള സെറ്റപ്പിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. മരട് പോലീസാണല്ലോ.
അപ്പോൾ ഇവിടുത്തെ അല്ല, അമര. ഇത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന്റെ ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഇരുമ്പലത്തുനിന്ന് നമുക്ക് കരിങ്ങാച്ചറയിൽ നിന്ന് ഒരു കലൂർ അടിച്ചിട്ടുണ്ട്. ഒലയിലാണ് ട്രിപ്പ് വന്നത്. നമുക്കപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, നമ്മള് വിളക്ക് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു. നമുക്കപ്പോൾ ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കങ്ങനെ ഒലയില് കരിങ്ങാച്ചറയിൽ നിന്നൊരു കലൂർ അടിച്ച് കിട്ടിയേക്കാണ്. ഒലയില് ട്രിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സാഹസികമാണ്. ഏതായാലും ദൈവാധീനം കൊണ്ട് നമുക്ക് ഒലയിൽ ട്രിപ്പ് അടിച്ചു. അളിയാ, ഞാൻ ഇപ്പൊ ജോർദാനില് ഇവിടെ വന്നിട്ട് 1 വർഷമായി. നാട്ടിലേക്ക് വരാൻ നിൽക്കണം. എന്നാണ്ട് വെച്ചാലോ, ഞാൻ ഫോട്ടോ കണ്ട് ഓക്കെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഞാൻ ഇപ്പൊ ഇത്തിരി റേഞ്ച് കുറവാണ്, അതുകൊണ്ടാ ഞാൻ വേറെ പുറത്താ റൂമിൽ ചെയ്യാട്ടോ. എന്നാ വേറെ വിശേഷങ്ങള്? ഞാനിപ്പോ ഒരു ട്രിപ്പിലാണ്, കലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഫ്രീ അല്ല, പോലെ ഒരു ട്രിപ്പ് വന്നു, അത് എടുക്കൊണ്ട് പോവാൻ തുടങ്ങുക. ഓക്കെ, കാണിച്ചു. അപ്പൊ ഒരു പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് കാണിച്ച അതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലിന്റെ അവിടെയാണ്. നമ്മൾ തിരിഞ്ഞ് നിൽക്കുകയും ചെയ്തു. ഏതായാലും അവർ വരട്ടെ, നമുക്ക് അവരെ പിക്ക് ചെയ്ത് കരിങ്ങാച്ചിറയിൽ എത്തിക്കാം. കരിങ്ങാച്ചിറയിലവിടെ കലൂര്. പറ്റി പറയാമോ? 1932. അവരെ ഡ്രോപ്പ് ചെയ്തു. വീണ്ടും യൂബർ പോലെയൊക്കെ ഓണാക്കി കാണാം. യൂബർ ഓണാക്കിയിട്ടുണ്ട്. പല യൂബർ മാത്രമേ ഓടുന്നുള്ളൂ. ഹൈവേയിലോട്ട് കയറി തണൽ നോക്കി കിടക്കാം. വരൂ വരൂ വരൂ, അടുത്ത ബുക്കിംഗ് തരൂ. ട്രിപ്പ് വളരെ മോശമാണ്, മോശമാണ്, മോശമാണ്. ഓക്കെ ഗൈസ്, നമുക്കിപ്പോ തമ്മനത്തൂന്ന് നമുക്ക് ട്രിപ്പ് കിട്ടിയത് മരടിലേക്കാണ്. നമ്മളവിടെ ഇറക്കിയപ്പോ തന്നെ തിരിച്ച് അവിടുന്ന് മരടിലേക്ക് ട്രിപ്പ് അടിച്ചു. ഓൾമോസ്റ്റ് എന്റെ വീടിന് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം നല്ലൊരു വീഡിയോ മറ്റൊരു ദിവസമല്ല അവസാനിപ്പിക്കാം. അപ്പം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് തമ്മനത്തുനിന്ന് ട്രിപ്പ് അടിച്ചത് മരടിലേക്കാണ്. മരട് കുണ്ടന്നൂരായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ യൂബറിലാണ് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമ്മള് എൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇവിടെ വെച്ചിന് ഈ ട്രിപ്പ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, കമന്റുകൾ അയക്കണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമന്റുകൾ അയക്കണം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.